റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി തുടരുന്നു. റഷ്യയ്ക്ക് വൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് യുക്രൈൻ. റഷ്യയുടെ ആണവ സംരക്ഷണ സേനയുടെ തലവനെ യുക്രൈൻ കൊലപ്പെടുത്തി. ഇഗോർ കിറിലോവ് സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് കിറിലോവ് കൊല്ലപ്പെട്ടത്. റഷ്യയുടെ ആണവ രാസ ജൈവായുധങ്ങളുടെ തലവനായിരുന്നു കിറിലോവ്. സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഏറ്റെടുത്തിട്ടുണ്ട്. കിറിലോവിൻ്റെ കൊലപാതകം റഷ്യയ്ക്ക് വൻ തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. പുടിൻ്റെ വിശ്വസ്തനായിരുന്നു കിറിലോവ്. മോസ്കോയിലെ റിയാൻസ്കി പ്രോസ്പെക്റ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിന് പുറത്തു വച്ചാണ് സ്ഫോടനം നടന്നത്. ഇഗോർ കിറിലോവിനൊപ്പം സഹായിയായ സൈനികനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. 2017 ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിറിലോവ് ഏറ്റെടുത്തത്. റേഡിയേഷൻ, രാസ, ജീവശാസ്ത്ര പ്രതിരോധ ഗ്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടികൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിറിലോവിനെതിരെ യുക്രൈൻ കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് യുക്രൈൻ റഷ്യയിൽ കടന്നുകയറി കൊലപ്പെടുത്തിയത്. മിസൈൽ വിദഗ്ധനായ മിഖായേൽ ഷാഡ്സ്കിയെയാണ് നേരത്തെ യുക്രൈൻ കൊലപ്പെടുത്തിയത്. ഇരുവരും റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ വിശ്വസ്തരായിരുന്നു. മാത്രമല്ല, യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ നയിച്ച പ്രമുഖരാണ് ഇരുവരും. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് യുക്രൈൻ ആക്രമണം. യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ച് നിരവധി ആളുകളെ കൊലപ്പെടുത്തിയവരാണ് ഇവരെന്നാണ് യുക്രൈൻ്റെ ആരോപണം. അതുകൊണ്ട് ഇവരെ വധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് യുക്രൈൻ പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അനേകം പേരുടെ മരണത്തിനും ലക്ഷക്കണക്കിന് പേരുടെ പലായനത്തിനും വഴിയൊരുക്കി. ലോകത്താകെ സാമ്പത്തിക പ്രതിസന്ധിക്കും യുദ്ധം കാരണമായി. ഒരാഴ്ച കൊണ്ട് കീവ് കീഴടക്കാം എന്നായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും കാര്യമായ നേട്ടമുണ്ടാക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2022 ഫെബ്രുവരി 24 വ്ളാഡിമിർ പുടിൻ്റെ പ്രഖ്യാപനം വന്നതോടെ യുക്രൈനിലുടനീളം റഷ്യൻ ആക്രമണം തുടങ്ങി. ഹാസ്യകഥാപാത്രം എന്ന തലത്തിൽ നിന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുദ്ധനായകനിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. റഷ്യൻ സൈന്യം കീവ് ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും സാധാരണക്കാരെ അണിനിരത്തി യുക്രൈൻ പ്രതിരോധിച്ചു. കരയുദ്ധത്തിൽ റഷ്യയുടെ പട്ടാളം തോറ്റു പിൻവാങ്ങി. പിന്നെയായിരുന്നു യുക്രൈനിലെ വൻ നഗരങ്ങളിലുടനീളം റഷ്യയുടെ കനത്ത വ്യോമാക്രമണം. നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ കാഴ്ചയും പിന്നീട് ലോകം കണ്ടു. 40 ലക്ഷത്തിലധികം പേരാണ് അയൽരാജ്യമായ പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയത്. തെക്കുകിഴക്കൻ യുക്രൈൻ്റെ ഡോൺബാസ് മേഖല പിടിച്ചെടുക്കാനായിരുന്നു പിന്നീട് പുടിൻ്റെ ശ്രമം. ക്രീമിയയിലേക്ക് കരമാർഗം സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കുകയായിരുന്നു ലക്ഷ്യം. ഈ വഴിയിലെ പ്രധാന തടസ്സമായ മരിയോപോളിനെ റഷ്യ തകർത്ത് തരിപ്പണമാക്കി. നവനാസികളെന്ന് റഷ്യ വിളിക്കുന്ന അസഫ് ബറ്റാലിയൻ്റെ ആസ്ഥാനം കൂടിയായിരുന്നു ഈ തീരനഗരം. അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും വൻതോതിൽ നൽകിയ ആയുധങ്ങൾ തന്നെയായിരുന്നു യുക്രൈന് കരുത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് കീവിലെത്തി സഹായവും പിന്തുണയും നൽകിയിരുന്നു.